ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനൊരുങ്ങുകയാണ് കാര്യവട്ടം. സഞ്ജുവിനെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനുള്ള ആവേശത്തിലാണ് ആരാധകർ. അവസാന മത്സരത്തിലും സഞ്ജു തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. രാത്രി 7-നാണ് മത്സരം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ അവസാന മത്സരം കാര്യവട്ടത്തെ പ്രകടനമാകും ലോകകപ്പിലെ അന്തിമ 11 തീരുമാനിക്കുക. ബാറ്റിംഗിലും ബോളിംഗിലും സന്തുലിതമെങ്കിലും സഞ്ജുവിന്റെ ഫോമിൽ ടീമിന് ആശങ്കയുണ്ട്. പരിശീലനത്തിൽ സ്പിന്നർമാരെ നേരിടുന്നതിലായിരുന്നു സഞ്ജുവിന്റെ ശ്രദ്ധ. സഞ്ജു താളം കണ്ടെത്തിയാൽ ഇന്ത്യൻ സ്കോർ കുതിക്കും. സഞ്ജുവിന്റെ ഫോമിൽ ആശങ്കയില്ലെന്ന ബാറ്റിംഗ് കോച്ച് സീതാംശു കോട്ടക്. Consistently, the way he scored runs before, that was something we all were waiting for. But again, for a batsman's life in T20, there will be time, there will be a dry patch, and you still have to go hard, you still have to play for the team, what he did. So, really glad that he got good 2 innings, and obviously, more or less, we knew that he will score runs. So that's a good sign for the team anyway. പരിക്കേറ്റ് പുറത്തായ ഇഷാൻ ടീമിൽ മടങ്ങിയെത്തിയേക്കും. കാര്യവട്ടത്ത് പരിശീലനത്തിനിറങ്ങിയ ഇഷാൻ പന്തുകൾ പലതവണ അതിർത്തി കടത്തി. ലോകകപ്പിന് മുമ്പുള്ള അവസാന മത്സരമായതിനാൽ ഇന്ത്യ പരീക്ഷണങ്ങൾക്ക് മുതിർന്നേക്കില്ല. അങ്ങനെയെങ്കിൽ ശ്രേയസ് അയ്യർ ഇന്നും പുറത്തിരിക്കേണ്ടി വരും. പരമ്പര നഷ്ടപ്പെട്ടെങ്കിലും അവസാന മത്സരത്തിൽ ഇന്ത്യയെ 50 റൺസിന് തോൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസിലാൻഡ്. കാര്യവട്ടത്ത് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് സൂചന. വിൽപ്പന തുടങ്ങി 24 മണിക്കൂറിന് മുമ്പ് ടിക്കറ്റ് മുഴുവൻ വിറ്റുപോയത് മത്സരത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു.